ഹായ്. 1771 ഫെബ്രുവരി 23 രാത്രി സ്റ്റോക്ക്ഹോമിലെ രാജകൊട്ടാരത്തിലെ ആഡംബരം നിറഞ്ഞ മുറിയിൽ വിചിത്രമായൊരു സംഭവം നടന്നു. 61 വയസ്സുള്ള അല്പം തടിച്ച ശരീരക്കാരനായ സ്വീഡനിലെ അഡോൾഫ് ഫ്രെഡറിക് രാജാവ് തൻ്റെ കസേരയിൽ ചാരിയിരുന്ന് കനത്തിൽ ശ്വാസമെടുക്കുകയാണ്. സാധാരണമായി യൂറോപ്യൻ പ്രഭുക്കന്മാർക്കുള്ളതുപോലെ വിളറിയ അദ്ദേഹത്തിൻ്റെ മുഖം ഇപ്പോൾ പേടിപ്പെടുത്തുന്ന ഒരു തവിട്ട് നിറമായി മാറിയിരിക്കുന്നു. പരിഭ്രാന്തരായ വേലക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. കൊട്ടാരത്തിലെ ഡോക്ടർമാർ മരിക്കാറായ രാജാവിനെ പരിശോധിക്കാൻ നിൽക്കുന്നു. തറയിലും മേശപ്പുറത്തുമായി വലിയൊരു വിരുന്നിൻ്റെ ബാക്കി പാത്രങ്ങൾ കാണാമായിരുന്നു. ക്യാവിയർ, ലോബ്സ്റ്റർ, സോവർ ക്രാട്ട്, പിന്നെ ക്രീം നിറഞ്ഞ ഒട്ടനവധി ബണ്ണുകൾ എന്നിവയുണ്ടായിരുന്ന കാലി പ്ലേറ്റുകൾ. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സെംല എന്ന പലഹാരം ശരീരമാകെ വേദന കൊണ്ട് പൊളിയുമ്പോഴും അദ്ദേഹം ആർത്തിയോടെ വാരി വലിച്ചു തിന്നുകയായിരുന്നു. രാജാവ് എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും തൊണ്ടയിൽ നിന്നൊരു മൂളൽ മാത്രമേ പുറത്തു വന്നുള്ളൂ. വീർത്തു വന്ന തൻ്റെ വയറിൽ അദ്ദേഹം കൈകൾ അമർത്തിപ്പിടിച്ചു. ഈ ഭയാനകമായ അവസ്ഥയിൽ ഒന്നും ചെയ്യാനാകാതെ ഡോക്ടർമാർ പരസ്പരം അപ്പോപ്ലെക്സി, വയറ്റിലെ തടസ്സം എന്നൊക്കെ രഹസ്യം പറഞ്ഞു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം സ്വീഡൻ 20 വർഷം ഭരിച്ച ആ മനുഷ്യൻ മരണപ്പെട്ടു. കൊലപാതകമല്ല, യുദ്ധമല്ല, പകർച്ചവ്യാധിയുമല്ല, മറിച്ച് അമിതാഹാരം എന്ന നാണം കെട്ട സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെ ജീവനെടുത്തത്. ദഹനക്കേടെന്നാണ് മരണകാരണമായി ഔദ്യോഗികമായി രേഖപ്പെടുത്തിയതെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചതിനെ മൂടിവെക്കാനുള്ള ഒരു നയതന്ത്രപരമായ വാക്ക് മാത്രമായിരുന്നു അത്. ചുരുക്കം പറഞ്ഞാൽ അഡോൾഫ് ഫ്രെഡറിക് തിന്നു മരിക്കുകയായിരുന്നു. യൂറോപ്യൻ രാജാക്കന്മാരുടെ ഇടയിൽ തന്നെ അപൂർവമായ ഈ മരണം കാരണം മാത്രമാണ് ചരിത്രത്തിൽ വലിയ പ്രാധാന്യമൊന്നുമില്ലാതിരുന്ന ഈ രാജാവ് ഇന്നും ഓർമ്മിക്കപ്പെടുന്നത്. വടക്കൻ യൂറോപ്പിലെ ഏറ്റവും ശക്തമായ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി ഇത്രയും ദയനീയമായി ജീവൻ വെടിയാൻ കാരണം എന്താണെന്ന് അറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തിലേക്കും ഭരണത്തിലേക്കും ആ അമിത വിശപ്പിലേക്കും നമ്മൾ തിരിഞ്ഞു നോക്കണം. 1710 മെയ് 8 അഡോൾഫ് ഫ്രെഡറിക് ജനിച്ചത്. ഇന്നത്തെ ജർമ്മനിയിലുള്ള ഗോട്ടോർപ്പ് കൊട്ടാരത്തിലായിരുന്നു അത്. ഹോൾസ്റ്റീൻ ഗോട്ടോർപ്പിലെ ക്രിസ്ത്യൻ അഗസ്റ്റ് ഡ്യൂക്കിൻ്റെയും ബാഡൻ ഡർലാക്കിലെ ആൽബർട്ടീന ഫ്രെഡറിക്കയുടെയും മകനായതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും ഒരു രാജാവാകേണ്ടവനല്ലായിരുന്നു. ജർമ്മനിയിലെ ഒരു ചെറിയ പ്രഭു കുടുംബാംഗം എന്ന നിലയിൽ സ്വന്തം സ്വത്തുക്കൾ നോക്കി നടത്തുകയോ അല്ലെങ്കിൽ പട്ടാളത്തിൽ ചേരുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ കൊട്ടാരത്തിൽ ഒരു ഉദ്യോഗസ്ഥനാവുകയോ ചെയ്യാമെന്നതിനപ്പുറം വലിയ പ്രതീക്ഷകളൊന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. എന്നാൽ വിധി ആ ചെറുപ്പക്കാരനെ കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. 17-ാം നൂറ്റാണ്ടിലെ വടക്കൻ യൂറോപ്പിലുണ്ടായ രാഷ്ട്രീയ കളികളാണ് അഡോൾഫ് ഫ്രെഡറിക്കിനെ സ്വീഡിഷ് സിംഹാസനത്തിൽ എത്തിച്ചത്. 1718 ശക്തനായ ചാൾസ് 12 രാജാവ് മരിച്ചതിന് ശേഷം സ്വീഡനിൽ രാജാവിൻ്റെ അധികാരം പരിമിതപ്പെടുത്തുകയും യഥാർത്ഥ ഭരണം റിക്സ്ദാഗ് എന്ന പാർലമെൻറ്റിൻ്റെ കൈകളിലാവുകയും ചെയ്തു. അധികാരം ചാൾസിൻ്റെ അനിയത്തി ഉൾറിക്ക എലനോറയ്ക്കും പിന്നീട് അവരുടെ ഭർത്താവ് ഫ്രെഡറിക് 1 ലഭിച്ചു. എന്നാൽ ഈ ദമ്പതികൾക്ക് കുട്ടികളില്ലാതിരുന്നതിനാൽ അടുത്ത രാജാവ് ആരാകണം എന്നതിനെ ചൊല്ലി വലിയ തർക്കമുണ്ടായി. ഇതൊരു അന്താരാഷ്ട്ര നയതന്ത്ര യുദ്ധമായി മാറി. പീറ്റർ ദി ഗ്രേറ്റ് ചക്രവർത്തിയുടെ കീഴിൽ വളർന്നു വന്നിരുന്ന റഷ്യ തങ്ങൾക്ക് അനുകൂലമായ ഒരാളെ രാജാവാക്കാൻ ശ്രമിച്ചപ്പോൾ ഫ്രാൻസ് അവരുടെ സ്വാധീനം നിലനിർത്താൻ നോക്കി. ഒടുവിൽ 1743 നീണ്ട ചർച്ചകൾക്കൊടുവിൽ അഡോൾഫ് ഫ്രെഡറിക്കിനെ സ്വീഡൻ്റെ യുവരാജാവായി തിരഞ്ഞെടുത്തു. റഷ്യയിലെ എലിസബത്ത് രാജ്ഞിയുടെ പിന്തുണയാണ് ഇതിന് പ്രധാന കാരണമായത്. അദ്ദേഹത്തിൻ്റെ കഴിവും താല്പര്യവും നോക്കിയല്ല, മറിച്ച് റഷ്യയ്ക്ക് പറഞ്ഞാൽ കേൾക്കുന്ന എളുപ്പത്തിൽ വഴങ്ങുന്ന ഒരാളായതുകൊണ്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. 1751 ഫ്രെഡറിക് 1 മരണശേഷം ഭരണം ഏറ്റെടുത്തപ്പോൾ വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ് അഡോൾഫ് ഫ്രെഡറിക്കിനെ കാത്തിരുന്നത്. സ്വീഡിഷ് രാഷ്ട്രീയം 2 ചേരികളായി തിരിഞ്ഞിരുന്നു. ഫ്രാൻസിനെ പിന്തുണയ്ക്കുന്ന ആക്രമണോത്സുകമായ നയങ്ങളുള്ള ഹാച്ച് ഗ്രൂപ്പും റഷ്യയുമായി സമാധാനം ആഗ്രഹിക്കുന്ന ക്യാപ്സ് ഗ്രൂപ്പും. ഈ 2 കൂട്ടരുടെയും ഇടയിൽ പെട്ടുപോയ രാജാവിന് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാനുള്ള അധികാരമുണ്ടായിരുന്നില്ല. സ്വീഡിഷ് ഭരണഘടന പ്രകാരം രാജാവിൻ്റെ അധികാരം എത്രത്തോളം പരിമിതമായിരുന്നുവെന്നാൽ സ്റ്റോക്ക്ഹോം നഗരത്തിന് പുറത്തേക്ക് കുറച്ച് മണിക്കൂർ പോകണമെങ്കിൽ പോലും പാർലമെൻറ്റിൻ്റെ അനുമതി വേണമായിരുന്നു. ഔദ്യോഗിക രേഖകളിൽ പതിക്കേണ്ട രാജമുദ്ര പോലും അദ്ദേഹത്തിൻ്റെ കൈവശമല്ല, പാർലമെൻറ്റ് ഉദ്യോഗസ്ഥരുടെ പക്കലായിരുന്നു. ഈ നാണം കെട്ട അവസ്ഥ കണ്ട് സ്വീഡനിൽ രാജാവിന് മാത്രമാണ് സ്വാതന്ത്ര്യമില്ലാത്തത് എന്ന് ബ്രിട്ടീഷ് അംബാസിഡർ കളിയാക്കി പറയുകയുണ്ടായി. 1752 അഡോൾഫ് ഫ്രെഡറിക് പ്രഷ്യയിലെ ഫ്രെഡറിക് ദി ഗ്രേറ്റിന്റെ സഹോദരിയായ ലൂയിസ ഉൾറിക്കയെ വിവാഹം കഴിച്ചു. ഭർത്താവിനെ പോലെ അല്ലായിരുന്നു രാജ്ഞി. അവർ അതീവ ബുദ്ധിമതിയും അധികാരമോഹിയുമായിരുന്നു. രാജാവിൻ്റെ അധികാരം ഇല്ലാതാക്കിയതിനോട് അവർക്ക് കടുത്ത അമർഷമുണ്ടായിരുന്നു. രാജഭരണം ശക്തമാക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ ബുദ്ധി ലൂസിയുടേതായിരുന്നു. ഭർത്താവിൻ്റെ നിഷ്ക്രിയത്വത്തെ അവർ പലപ്പോഴും പരസ്യമായി കളിയാക്കിയിരുന്നു. ആശാരിപ്പണിയും പൂന്തോട്ട നിർമ്മാണവുമായിരുന്നു രാജാവിൻ്റെ പ്രധാന വിനോദങ്ങൾ. ഇത് ചൂണ്ടിക്കാണിച്ച് നിങ്ങളൊരു രാജാവല്ല, വെറും ഒരു കൊട്ടാരം തോട്ടക്കാരനാണെന്ന് രാജ്ഞി ഒരിക്കൽ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. ആ വിമർശനത്തിൽ തെറ്റില്ലായിരുന്നു. ലൂയിസ് അധികാരം പിടിച്ചെടുക്കാൻ പദ്ധതികളിടുമ്പോൾ അഡോൾഫ് ഫ്രെഡറിക്
തൻ്റെ തടിപ്പണിശാലയിൽ ചെറിയ തടിപ്പെട്ടികളും മറ്റും ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ഈ പണിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ രാജാവ് അഭയം കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു വലിയ ആഗ്രഹത്തിലായിരുന്നു. അതാണ് ഭക്ഷണം. അക്കാലത്തെ വിവരങ്ങളനുസരിച്ച് ഡോക്ടർമാരുടെ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ച് രാജാവ് വൻതോതിൽ ഭക്ഷണം കഴിക്കുമായിരുന്നു. 1756 ഭാര്യയുടെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി അഡോൾഫ് ഫ്രെഡറിക് ഒടുവിൽ തന്റെ അധികാരം കാണിക്കാൻ ഒരു ശ്രമം നടത്തി. പാർലമെന്റിന്റെ കീഴിൽ കഴിഞ്ഞുകൂടിയ മടുപ്പിൽ രാജാവും രാജ്ഞിയും ചേർന്ന് ഭരണം പൂർണ്ണമായി കൈക്കലാക്കാൻ ഒരു അട്ടിമറിക്ക് ശ്രമിച്ചു. എന്നാൽ കൃത്യമായ പ്ലാനിംഗ് ഇല്ലാത്തതുകൊണ്ട് ആ ശ്രമം പരാജയപ്പെടുകയും അത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കപ്പെടുകയും ചെയ്തു. രാജകുടുംബത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള പലരെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കി. ഈ പരാജയം രാജാവിന് വലിയ തിരിച്ചടിയായി. അധികാരം കൂടുന്നതിന് പകരം ഉള്ള അധികാരം കൂടി നഷ്ടപ്പെട്ടു. പാർലമെന്റ് രാജാവിനെ സംശയത്തോടെ വീക്ഷിക്കാൻ തുടങ്ങുകയും അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുകയും ചെയ്തു. ഇത് അദ്ദേഹത്തെ കൂടുതൽ അപമാനിതനാക്കി. ലൂയിസയ്ക്ക് ഈ നിയന്ത്രണങ്ങൾ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ അഡോൾഫ് ഫ്രെഡറിക് തന്റെ പതിവ് ശാന്തതയോടെ ഇതെല്ലാം സഹിച്ചു. യഥാർത്ഥ രാഷ്ട്രീയ അധികാരം നഷ്ടപ്പെടുകയും ഭാര്യയുടെ നിരന്തരമായ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരികയും ചെയ്തപ്പോൾ രാജാവ് തനിക്ക് ആകെയുള്ള ചില സന്തോഷങ്ങളിലേക്ക് കൂടുതൽ തിരിഞ്ഞു. തടിപ്പണിശാല അദ്ദേഹത്തിന് പൊതുജീവിതത്തിലെ നിരാശകളിൽ നിന്നും ഒരു ഒളിച്ചോട്ടമായിരുന്നു. എങ്കിലും ഭക്ഷണമേശയിലായിരുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ ആശ്വാസം കണ്ടെത്തിയത്. യൂറോപ്യൻ കൊട്ടാരങ്ങളിലെ വിരുന്നുകൾ എപ്പോഴും ആഡംബരപൂർണ്ണമായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അത് പരിധി വിട്ടു. മെനു എന്തായിരിക്കണമെന്ന് രാജാവ് തന്നെ നേരിട്ട് തീരുമാനിച്ചു. സ്വീഡിഷ് ഭക്ഷണരീതികളിൽ ഫ്രഞ്ചും ജർമ്മനും സ്വാധീനം കലർന്നു. നെയ്യ് കൂടിയ വിഭവങ്ങൾ, ഇറച്ചികൾ, ക്രീം സോസുകൾ, പ്രത്യേകിച്ച് മധുര പലഹാരങ്ങൾ എന്നിവയോടായിരുന്നു രാജാവിന് താല്പര്യം. സ്വന്തം ആവശ്യത്തിന് മാത്രമുള്ള ഭക്ഷണമാണെങ്കിൽ പോലും പലതരം വിഭവങ്ങൾ തയ്യാറാക്കാൻ അദ്ദേഹം ഷെഫുമാർക്ക് നിർദ്ദേശം നൽകി. 3-4 സാധാരണ മനുഷ്യർക്ക് കഴിക്കാനുള്ള ഭക്ഷണം അദ്ദേഹം ഒറ്റയ്ക്ക് കഴിക്കുമായിരുന്നു. രാജാവ് ഭക്ഷണത്തിൽ സന്തോഷം കണ്ടെത്തുമ്പോഴും സ്വീഡന്റെ രാഷ്ട്രീയ സാഹചര്യം മോശമായിക്കൊണ്ടിരുന്നു. പാർലമെന്റിലെ ഗ്രൂപ്പ് വഴക്കുകൾ ഭരണം നിശ്ചലമാക്കി. കൂടാതെ 7 വർഷത്തെ യുദ്ധം രാജാവിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തു. ഇതൊന്നും ഇടപെട്ട് പരിഹരിക്കാൻ അധികാരമില്ലാതെ താൻ പേരിന് മാത്രം ഭരിക്കുന്ന രാജ്യം തകരുന്നത് അഡോൾഫ് ഫ്രെഡറിക് നോക്കി നിന്നു. ഭാര്യയുടെ നിർബന്ധത്താൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ അതൊരു ഭരണഘടനാ പ്രതിസന്ധിയിലാവുകയും ഒടുവിൽ രാജാവിൻ്റെ അധികാരം വീണ്ടും കുറയുകയുമാണ് ചെയ്തിരുന്നത്. 1762 മറ്റൊരു രാഷ്ട്രീയ പരാജയം കൂടി ഉണ്ടായതോടെ അഡോൾഫ് ഫ്രെഡറിക് അധികാരം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളെല്ലാം പൂർണ്ണമായി ഉപേക്ഷിച്ചു. ഒരു പേരിനുള്ള രാജാവായി ഒതുങ്ങിക്കൂടി അദ്ദേഹം തൻ്റെ സ്വകാര്യ ആഗ്രഹങ്ങളിലേക്ക് മാത്രമായി ഒതുങ്ങി. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അമിതാഹാരം ഒരു രോഗാവസ്ഥയിലേക്ക് മാറിയതെന്ന് കൊട്ടാര രേഖകൾ പറയുന്നു. 1765 ഒരു വിരുന്നിനിടയിൽ 6 പേർക്ക് കഴിക്കാനുള്ള പക്ഷിയുടെ ഇറച്ചി അടങ്ങിയ വലിയൊരു പ്ലേറ്റ് രാജാവ് ഒറ്റയ്ക്ക് കഴിച്ചതായി ദൃക്സാക്ഷികൾ പറയുന്നു. ഇതുകൂടാതെ മറ്റ് പല വിഭവങ്ങളും അദ്ദേഹം കഴിച്ചിരുന്നു. കൊട്ടാരത്തിലെ ഡോക്ടർമാർ ഇതിൽ അതീവ ആശങ്കാകുലരായിരുന്നു. രാജാവിൻ്റെ പേഴ്സണൽ ഡോക്ടറായ ഡോക്ടർ നിൽസ് റോസൻ ഫോൺ റോസൻസ്റ്റൈൻ അക്കാലത്തെ മറ്റ് ഡോക്ടർമാർക്ക് അയച്ച കത്തുകളിൽ രാജാവിൻ്റെ കടുത്ത ദഹനക്കേടുകളെക്കുറിച്ചും ഭക്ഷണം നിയന്ത്രിക്കാൻ അദ്ദേഹം കൂട്ടാക്കാത്തതിനെക്കുറിച്ചും പറയുന്നുണ്ട്. എന്നാൽ രാജാവ് ഈ ഉപദേശങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു. തനിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത് ഭക്ഷണകാര്യത്തിൽ മാത്രമാണെന്ന് അദ്ദേഹം കരുതിയിരിക്കും. 18-ാം നൂറ്റാണ്ടിൽ അമിതമായി ഭക്ഷണം കഴിക്കുക എന്നത് വെറും ഒരു ആരോഗ്യ പ്രശ്നമല്ല, മറിച്ച് അതൊരു പദവിയുടെ ചിഹ്നം കൂടിയായിരുന്നു. ഭൂരിഭാഗം ജനങ്ങളും ഭക്ഷണക്ഷാമം നേരിടുന്ന ആ കാലത്ത് വില കൂടിയ പലതരം ഭക്ഷണങ്ങൾ ധാരാളമായി കഴിക്കാൻ സാധിക്കുന്നത് അധികാരത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും അടയാളമായിരുന്നു. രാഷ്ട്രീയ അധികാരം നഷ്ടപ്പെട്ട ഒരു രാജാവിന് ഇത്തരത്തിൽ ഭക്ഷണം കഴിക്കുന്നത് തൻ്റെ നഷ്ടപ്പെട്ട അധികാരം കാണിക്കാനുള്ള ഒരു മാനസികമായ മാർഗമായിരുന്നിരിക്കാം. അഡോൾഫ് ഫ്രെഡറിക്കിൻ്റെ ഭരണത്തിൻ്റെ അവസാന വർഷങ്ങൾ കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. 1769 ഉണ്ടായ മോശം വിളവെടുപ്പ് സ്വീഡനിൽ കടുത്ത പട്ടിണിക്ക് കാരണമായി. കൊട്ടാരത്തിൽ വിരുന്നുകൾ തകൃതിയായി നടക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ രാജാവിനോടുള്ള വെറുപ്പ് കൂടി വന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം തെറ്റുകൊണ്ടല്ലെങ്കിലും പ്രഭുക്കന്മാരുടെ ആഡംബരം തടയാനോ ജനങ്ങളുടെ പട്ടിണി മാറ്റാനോ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്ന തോന്നലാണ് ഇതിന് കാരണമായത്. 1770 മുതൽ 1771 ശീതകാലമായപ്പോഴേക്കും രാജാവിൻ്റെ ആരോഗ്യം വളരെ മോശമായി. 60 വയസ്സായപ്പോഴേക്കും അദ്ദേഹം കടുത്ത അമിതവണ്ണവും ശ്വാസമുട്ടലും നേരിട്ടു. ഇന്നത്തെ കാലത്ത് നമ്മൾ ഹൃദയസ്തംഭനത്തിൻ്റെയോ മെറ്റബോളിക് പ്രശ്നങ്ങളുടെയോ ലക്ഷണങ്ങളായി കാണുന്നവയായിരുന്നു അവ. എന്നിട്ടും തൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു ആശ്വാസമായിരുന്ന ഭക്ഷണം നിയന്ത്രിക്കാൻ അഡോൾഫ് ഫ്രെഡറിക് തയ്യാറായില്ല. അങ്ങനെ നമ്മൾ 1771 ഫെബ്രുവരി 23 എന്ന ആ ദുരന്ത ദിവസത്തിലേക്ക് എത്തുന്നു. സ്വീഡിഷ് കലണ്ടറിൽ അതൊരു സാധാരണ ദിവസമായിരുന്നില്ല. നോമ്പുകാലം തുടങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള ആവോളം ഭക്ഷണം കഴിക്കാവുന്ന സ്ട്രോവ് ട്യൂസ്ഡേ ആയിരുന്നു അന്ന്. അഡോൾഫ് ഫ്രെഡറിക്കിനെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വിരുന്നായി മാറി. അന്ന് രാത്രിയിലെ മെനു കൊട്ടാര രേഖകളിൽ ലഭ്യമാണ്. അത് ഏതൊരു അമിതാഹാരിയെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. കാവിയർ, പുകച്ച ഹെറിംഗ് ഫിഷ്, സോവർ ക്രാറ്റ് എന്നിവയടങ്ങിയ ഒരു സ്റ്റാർട്ടറോടെയാണ് രാജാവ് തുടങ്ങിയത്. അത് തന്നെ ഒരു വലിയ ഭക്ഷണമായിരുന്നു.
അതിനു പിന്നാലെ പ്രധാന വിഭവങ്ങളായ ലോബ്സ്റ്റർ, സ്റ്റഫ് ചെയ്ത ഇറച്ചി റോൾസ്, പുകച്ച പന്നിയിറച്ചി, ടേണിപ്പ് സൂപ്പ് എന്നിവയും എത്തി. ഇതൊന്നും പോരാഞ്ഞിട്ടെന്നോണം അദ്ദേഹം ഷാമ്പെയിനും ഹെഡ്ബഗ് എന്ന മധുരപലഹാരവും കഴിച്ചു. എന്നാൽ എല്ലാത്തിനും അപ്പുറം ബദാം പേസ്റ്റും വിപ്ഡ് ക്രീമും നിറഞ്ഞ സെംല എന്ന സ്വീഡിഷ് മധുര ബണ്ണുകളാണ് വില്ലനായത്. സാധാരണയായി സ്ട്രോ ട്യൂസ്ഡേയിൽ മാത്രം കഴിക്കുന്ന ഈ ബണ്ണുകൾ രാജാവിന് ജീവനായിരുന്നു. അന്ന് രാത്രി അദ്ദേഹം അത്തരം 14 വലിയ ബണ്ണുകൾ ചൂട് പാലിൽ മുക്കിക്കഴിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഈ വലിയ വിരുന്നിന് ശേഷം കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ രാജാവിന് കടുത്ത വയറുവേദന അനുഭവപ്പെടാൻ തുടങ്ങി. തുടക്കത്തിൽ ആർക്കും വലിയ പരിഭ്രാന്തി തോന്നിയില്ല. കാരണം അമിതമായി തിന്നതിന് ശേഷം രാജാവിന് ദഹനക്കേട് ഉണ്ടാകുന്നത് പതിവായിരുന്നു. എന്നാൽ ഇത്തവണ ലക്ഷണങ്ങൾ വല്ലാതെ വഷളായി. കടുത്ത ഓക്കാനം, തണുത്ത വേർപ്പ്, നെഞ്ചുവേദന എന്നിവയുണ്ടായി. ഡോക്ടർമാർ പെട്ടെന്ന് തന്നെ ഓടിയെത്തി അക്കാലത്തെ പരമ്പരാഗത ചികിത്സകൾ നോക്കി. രക്തസമ്മർദ്ദം കുറയ്ക്കാൻ രക്തം പുറത്തു കളയുക, ഛർദ്ദിപ്പിക്കുക, വയറ്റിൽ ചൂട് പിടിക്കുക തുടങ്ങിയവ. എന്നാൽ ഒന്നും ഫലം കണ്ടില്ല. വേദന കൂടിക്കൂടി വന്നു. ശ്വാസമെടുക്കാൻ കടുത്ത ബുദ്ധിമുട്ട് നേരിട്ടു. അർദ്ധരാത്രിയോടെ രാജാവിന് ബോധം നഷ്ടപ്പെട്ടു. പിന്നീട് പുലർച്ചെ അദ്ദേഹം മരണമടഞ്ഞു. അമിതമായ ആഹാരം കഴിച്ചതുമൂലമുണ്ടായ കടുത്ത ഹൃദയസ്തംഭനവും വയറ് പൊട്ടിയതുമാകാം മരണകാരണമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം വിലയിരുത്തുന്നു. രാജാവിൻ്റെ മരണത്തോടുള്ള പ്രതികരണം അദ്ദേഹത്തിൻ്റെ ജീവിതം പോലെ തന്നെ പരസ്പര വിരുദ്ധമായിരുന്നു. കൊട്ടാരത്തിൽ ഔദ്യോഗികമായ ദുഃഖാചരണം നടന്നെങ്കിലും തങ്ങളുടെ രാഷ്ട്രീയത്തിന് തടസ്സമായി നിന്ന ഒരാൾ ഒഴിഞ്ഞു പോയതിലുള്ള ആശ്വാസത്തിലായിരുന്നു പാർലമെന്റ് അംഗങ്ങൾ. ഭർത്താവിൻ്റെ ബലഹീനതയെ എപ്പോഴും കുറ്റപ്പെടുത്തിയിരുന്ന ലൂയിസ ഉൾറിക്ക രാജ്ഞി പുറമെ ദുഃഖിക്കുന്ന വിധവയായി അഭിനയിച്ചെങ്കിലും തൻ്റെ മകനും അടുത്ത രാജാവുമായ ഗുസ്താവ് മൂന്നാമനെ എങ്ങനെ സ്വാധീനിക്കാമെന്ന ചിന്തയിലായിരുന്നു. എന്നാൽ പട്ടിണി കിടക്കുന്ന സാധാരണ ജനങ്ങൾക്കിടയിൽ ഈ മരണം കടുത്ത പരിഹാസത്തിനും അമർഷത്തിനും കാരണമായി. ഒരു മനുഷ്യൻ തിന്ന് മരിക്കുക എന്നത് പട്ടിണി അനുഭവിക്കുന്ന കർഷകർക്ക് ചിന്തിക്കാൻ പോലും കഴിയാതെ അത്ര അശ്ലീലമായ ഒന്നായിരുന്നു. സ്റ്റോക്ക്ഹോമിൽ രാജാവിനെ പരിഹസിച്ചുകൊണ്ടുള്ള ലഘുലേഖകൾ ഇറങ്ങി. വലിയ വയറുമായി മല പോലെ കിടക്കുന്ന ഭക്ഷണത്തിന് നടുവിലിരിക്കുന്ന രാജാവിനെ മരണം ഒരു അസ്ഥികൂടത്തിൻ്റെ രൂപത്തിൽ നോക്കിച്ചിരിക്കുന്നതായിരുന്നു അതിലെ ചിത്രം. വലിയ ആഡംബരത്തോടെയായിരുന്നു ശവസംസ്കാരം നടന്നതെങ്കിലും അവിടെ ഒരു അസ്വസ്ഥത പ്രകടമായിരുന്നു. യാതൊരു നേട്ടവും ഇല്ലാതെ ഒടുവിൽ നാണം കെട്ട രീതിയിൽ മരിച്ച ഒരു രാജാവിനെ എങ്ങനെ പുകഴ്ത്തി സംസാരിക്കുമെന്ന കാര്യത്തിൽ പ്രസംഗകർ ബുദ്ധിമുട്ടി. ഔദ്യോഗിക ചർമ്മപ്രസംഗം നടത്തിയ ബിഷപ്പ് ജേക്കബ് സെറീനിയസ് രാജാവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള നാണക്കേടുകൾ ഒഴിവാക്കി അദ്ദേഹത്തിൻ്റെ നല്ല സ്വഭാവത്തെയും സമാധാനപ്രിയതയെയും കുറിച്ച് മാത്രം സംസാരിച്ചു. സ്വീഡിഷ് രാജാക്കന്മാരുടെ അന്ത്യവിശ്രമ സ്ഥലമായ റിഡാർ ഹോൾമെൻ പള്ളിയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മകൻ ഗുസ്താവ് മൂന്നാമൻ പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ തണലിൽ നിന്നും മാറി താൻ സ്വീഡനെ പഴയ പ്രതാപത്തിലേക്ക് നയിക്കുന്ന ശക്തനായ ഒരു രാജാവാണെന്ന് പ്രഖ്യാപിച്ചു. 1772 നടത്തിയ ഒരു രാഷ്ട്രീയ നീക്കത്തിലൂടെ അച്ഛന് സാധിക്കാതിരുന്ന കാര്യം ഗുസ്താവ് സാധിച്ചെടുത്തു. അദ്ദേഹം സ്വീഡനിൽ രാജഭരണം പൂർണ്ണമായി തിരിച്ചുപിടിച്ചു. അങ്ങനെ അഡോൾഫ് ഫ്രെഡറിക്കിന് 20 വർഷത്തോളം ശ്വാസം മുട്ടിച്ച ആ സ്വാതന്ത്ര്യ കാലഘട്ടത്തിന് അന്ത്യമായി. അഡോൾഫ് ഫ്രെഡറിക്കിൻ്റെ ഈ മരണം പിന്നീട് ചരിത്രത്തിലെ ഒരു തമാശ കഥയായി മാറി. പ്രഭുക്കന്മാരുടെ ആഡംബര പ്രാന്തിൻ്റെ ഉദാഹരണമായി ഇത് പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സ്വീഡനിൽ അദ്ദേഹം മരിച്ച ഫെബ്രുവരി 23 പിന്നീട് അനൗദ്യോഗികമായി സെംല ദിനം എന്നറിയപ്പെടാൻ തുടങ്ങി. രാജാവിൻ്റെ മരണത്തിന് കാരണമായ അതേ ബണ്ണുകൾ വിറ്റഴിച്ചുകൊണ്ട് ആ മരണത്തെ അവർ വിചിത്രമായ രീതിയിൽ ഓർമ്മിക്കുന്നു. ഈ മരണവാർത്ത യൂറോപ്പിലെമ്പാടും പടർന്നു. ഫ്രാൻസിലെ ലൂയി 15 രാജാവ് ഈ വാർത്ത കേട്ട് വിശ്വസിക്കാനാകാതെ ചിരിക്കുകയാണ് ചെയ്തത്. ഇതൊരു രാജകൊട്ടാരത്തിന് ചേർന്നതല്ല, മറിച്ച് നാടകങ്ങളിലെ കോമഡി രംഗം പോലെയാണ് എന്ന് ഭക്ഷണപ്രിയനായ ആ ഫ്രഞ്ച് രാജാവ് പറയുകയുണ്ടായി. അന്തരിച്ച രാജാവിൻ്റെ അളിയനായ പ്രഷ്യയിലെ ഫ്രെഡറിക് ദി ഗ്രേറ്റിന് ഇതിൽ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. എൻ്റെ സഹോദരിക്ക് ഭരണത്തിലും ഭക്ഷണത്തിലും ഒരുപോലെ കഴിവുള്ള ഒരു ഭർത്താവിനെയായിരുന്നു ആവശ്യം. ഇതൊരു പാഴായിപ്പോയ ജീവിതത്തിൻ്റെ പ്രതീക്ഷിച്ച അന്ത്യം മാത്രമാണെന്ന് അദ്ദേഹം എഴുതി. റഷ്യയിലെ കാതറിൻ ദി ഗ്രേറ്റ് പോലും ഇതിനെ പരിഹസിച്ചു. റഷ്യയിലെ ആളുകൾ വാളുകൊണ്ടോ വിഷം കൊണ്ടോ ആണ് മരിക്കാറ്. സ്വീഡനിൽ അവർ കൂടുതൽ മൃദുവായ ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു എന്നാണ് അവർ പറഞ്ഞത്. യൂറോപ്യൻ ശക്തികൾ ഈ മരണത്തെ സ്വീഡന്റെ തകർച്ചയുടെ ലക്ഷണമായാണ് കണ്ടത്. തൻ്റെ ജീവിതകാലത്ത് ആരും വില നൽകാതിരുന്ന ഈ രാജാവ് മരണശേഷം നേടിയ പ്രശസ്തി ചരിത്രത്തിലെ വലിയൊരു വൈരുദ്ധ്യമാണ്. ഗുസ്താവ് അഡോൾഫസിനെ പോലെയുള്ള വലിയ ഭരണാധികാരികളെ ചരിത്ര വിദ്യാർത്ഥികൾ മാത്രം പഠിക്കുമ്പോൾ തിന്നു വയറ് പൊട്ടി മരിച്ച രാജാവിൻ്റെ കഥ സാധാരണക്കാരെ പോലും ഇന്നും ആകർഷിക്കുന്നു. ചരിത്രം എപ്പോഴും വലിയ നേട്ടങ്ങളെക്കാൾ വിചിത്രമായ കഥകളെയാണ് ഓർത്തുവെക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് അഡോൾഫ് ഫ്രെഡറിക്ക്. ഭരണം നടത്താനോ ഭാര്യയെ സന്തോഷിപ്പിക്കാനോ ജനങ്ങളുടെ ബഹുമാനം നേടാനോ കഴിയാതിരുന്ന ഒരു മനുഷ്യൻ തൻ്റെ മരണത്തിൻ്റെ വിചിത്രത കൊണ്ട് ചരിത്രത്തിൽ അമരനായി മാറി. അധികാരം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയുടെ കഥ കൂടിയാണിത്. പൊതുജീവിതത്തിൽ അപമാനിതനായപ്പോൾ അദ്ദേഹം അഭയം കണ്ടെത്തിയത് തടിപ്പണിയിലും ഭക്ഷണത്തിലുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം വെറും ഒരു അമിതാഹാരത്തിൻ്റെ പ്രശ്നമല്ല, മറിച്ച് രാജാവിനെ വെറും ഒരു അലങ്കാര വസ്തുവായി മാറ്റിയ ഒരു ഭരണ സംവിധാനത്തിൻ്റെ പരാജയം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം പ്രചരിച്ച ഒരു ചരമവാചകം ഇങ്ങനെയായിരുന്നു: ഒരു പ്രജയായി ജീവിച്ച് ഒരു അമിതാഹാരിയായി മരിച്ച അഡോൾഫ് ഫ്രെഡറിക്ക് ഇവിടെ വിശ്രമിക്കുന്നു. ജീവിച്ചിരുന്നപ്പോൾ പ്രാധാന്യമില്ലാതിരുന്ന ഒരാൾക്ക് ലഭിച്ച ഏറ്റവും അനുയോജ്യമായ ചരമഗീതമായിരുന്നു അത്.
300 വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തെ ഓർക്കാൻ കാരണവും ഇതുതന്നെ. ഈ ഒരു കഥയുടെ തമാശ എന്തെന്നാൽ ഇന്നും സ്വീഡനിൽ ആ സെംല ബണ്ണുകൾ വളരെ ജനപ്രിയമാണ്. പ്രതിവർഷം 40 ദശലക്ഷത്തിലധികം ബണ്ണുകളാണ് അവിടെ വിറ്റഴിയുന്നത്. ഇന്നും ആളുകൾ അത് കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് സ്ട്രോവ് ട്യൂസ്ഡേയിൽ, ആ കൊച്ചു സന്തോഷത്തെ അമിതമായി സ്നേഹിച്ച ആ പഴയ രാജാവിനെ ഓർത്ത് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കാറുണ്ട്. ചരിത്രം എപ്പോഴും വലിയ വിജയങ്ങളെ മാത്രമല്ല, ചിലപ്പോഴൊക്കെ വലിയ പരാജയങ്ങളെയും ഓർത്തു വെക്കുമെന്നതാണ് അഡോൾഫ് ഫ്രെഡറിക് നൽകുന്ന പാഠം. സ്വന്തം വിചിത്ര സ്വഭാവം കൊണ്ടും പരാജയം കൊണ്ടും ചരിത്രത്തിൽ ഇടം പിടിച്ച ഈ രാജാവ് നമുക്ക് മുന്നിൽ ഒരു ഓർമ്മപ്പെടുത്തലായി ഇന്നും നിലനിൽക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.